2 മത്സരങ്ങളിൽ നിന്നും മാത്രം പിറന്നത് 848 റൺസ്, പിറന്നത് 83 ബൗണ്ടറികൾ, 59 സിക്സറുകൾ, ശരാശരി റൺ റേറ്റ് 11.34. ബാറ്റെടുത്ത 4 ടീമുകളും 200 കടന്നു. IPL-ലെ ആദ്യ 2 മത്സരങ്ങൾ കാണുമ്പോൾ ബോളർമാർക്ക് പുല്ലുവിലയാണോ എന്ന ചോദ്യം ഏതൊരാൾക്കും തോന്നിയേക്കാം. IPL ആണ്, എൻ്റർടൈൻമെൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞാലും ഇതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പരിശോധിക്കാം. ചിന്നസ്വാമിയിൽ 201 റൺസ് കുറിച്ചിട്ടും സൺറൈസേഴ്സ് ഹൈദരാബാദിനൊന്ന് പൊരുതാൻ പോലുമായില്ല. RCB അത് അടിച്ചെടുത്തത് വെറും 15.4 ഓവറിൽ. വാങ്കഡയിൽ 220 റൺസ് ഉയർത്തിയിട്ടും കൊൽക്കത്തക്കും നിലയുറപ്പിക്കാനായില്ല. ടെക്നിക്കലി മത്സരം അവസാന ഓവർ വരെ പോയെങ്കിലും ഏതാണ്ട് പവർ പ്ലേ തീരുമ്പോഴേക്ക് മത്സരം മുംബൈയുടെ കയ്യിലെത്തിയിരുന്നു. IPL ചരിത്രത്തിലെ മുംബൈയുടെ റെക്കോർഡ് ചേസ് കൂടിയാണിത്. ഇന്നലെ മുംബൈക്കായി പന്തെടുത്ത ബോളർമാരിൽ ഏറ്റവും മികച്ച എക്കോണമി ജസ്പ്രീത് ബുംറയുടേതാണ്, 8.80. 4 ഓവർ എറിഞ്ഞ ബുംറ കൺസീഡ് ചെയ്തത് 35 റൺസ്. ബുംറ ഇത്ര റൺസ് കൺസീഡ് ചെയ്തെങ്കിൽ മറ്റുള്ളവരുടെ ഒരു സ്വാഭാവികമായും അതിനും മുകളിലാകേണ്ടതാണല്ലോ. അങ്ങനെ തന്നെയാണ്. ട്രെന്റ് ബോൾട്ടിൻ്റേത് 9.50, പാണ്ഡ്യയുടേത് 13, അള്ളാഹ് ഗസൻഫാറിൻ്റേത് 12.80. 1 ഓവർ എറിഞ്ഞ മായങ്ക് മാർഖാണ്ടയുടേത് 16. 3 വിക്കറ്റ് എടുത്ത ഷർദുൽ ഠാക്കൂറിൻ്റെയും എക്കോണമി 9.80 ഇനി കൊൽക്കത്ത ബോളർമാരുടേതോ? പന്തെടുത്ത 6 ബോളർമാരുടെയും എക്കോണമി 10 മുകളിൽ നിൽക്കുന്ന അപൂർവ ദൃശ്യം. ഏറ്റവും മികച്ച എക്കോണമി റേറ്റുള്ളത് 10 റൺസ് കൺസീഡ് ചെയ്ത സുനിൽ നരേനാണ്. 1 ഓവറിൽ ശരാശരി 13 റൺസ് കൺസീഡ് ചെയ്ത വൈഭവ് അറോറയാണ് മുന്നിലുള്ളത്. മറ്റുള്ളവരുടെ എക്കോണമിയും ഏതാണ്ട് ഇതിനോടടുത്ത് തന്നെയുണ്ട്. RCB സൺറൈസേഴ്സ് മത്സരത്തിലും കാര്യങ്ങൾ ഏതാണ്ട് സമാനം തന്നെയാണ്. ഹൈദരാബാദിനായി പന്തെടുത്ത 6 പേരുടെയും എക്കോണമി 9 മുകളിൽ. 2 ഓവറിൽ 19 റൺസ് വിട്ടുകൊടുത്ത നിതീഷ് കുമാർ റെഡ്ഡി കണക്കിൽ മെച്ചപ്പെട്ട് നിൽക്കുമ്പോൾ 2 ഓവറിൽ 35 റൺസ് കിട്ടിയ ഇഷാൻ മലിംഗ 1 ഓവറിൽ ശരാശരി 17.50 റൺസാണ് കൊടുത്തത്. എല്ലാവരും തല്ലുകൊണ്ട മത്സരത്തിൽ പക്ഷേ RCBയുടെ ജേക്കബ് ഡെഫി മാത്രം വേറിട്ട് നിൽക്കുന്നു. 4 ഓവറിൽ 20 റൺസ് കൊടുത്ത് 3 വിക്കറ്റും ഡെഫി എടുത്തു. സൺറൈസേഴ്സ് ബാറ്റിംഗ് നിര പതറിയ ഇന്നിംഗ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഡെഫി പന്തെടുത്തത് എന്നതും ഒരു കാരണമാകാം. പക്ഷേ ബാറ്റർമാർ തകർത്ത 2 മത്സരങ്ങളിലും പ്ലെയർ ഓഫ് ദ മാച്ച് ആയത് 2 ബോളർമാരാണെന്ന കൗതുകവുമുണ്ട്. ആദ്യ മത്സരത്തിൽ ഡെഫിയും 2ാം മത്സരത്തിൽ ഷർദുൽ ഠാക്കൂറും. മറ്റൊരു രസകരമായ കണക്ക് കൂടിയുണ്ട്. 2008 മുതൽ 2022 വരെയുള്ള 15 സീസണുകളിലായി 200-ലേറെ സ്കോർ പിറന്നത് വെറും 133 തവണയാണ്. പക്ഷേ 2023 ശേഷമുള്ള വെറും 4 വർഷം കൊണ്ട് 134 തവണ ടീമുകൾ 200 പിന്നിട്ടു. അമ്പരപ്പിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ. എന്നാൽ 200 റൺസുകൾ യഥേഷ്ടം പിറക്കുന്നത് പിച്ചുകളുടെ സ്വഭാവം കണ്ടോ ബൗണ്ടറികൾ ചെറുതാക്കിയത് കൊണ്ടോ മാത്രമല്ല, അത് ബാറ്റിംഗ് അപ്രോച്ചിലെ മാറ്റം കൊണ്ട് കൂടിയാണ്. മുമ്പ് ടീമുകളിലുണ്ടായിരുന്ന ആങ്കർ റോൾ ഇപ്പോൾ പാടെ ഉപേക്ഷിച്ച മട്ടാണ്. ആങ്കർ റോളിലുള്ളവർക്ക് ലേലത്തിലും ഡിമാൻഡില്ല. ഓപ്പണർമാർ മുതൽ ഇങ്ങോട്ട് എല്ലാവരും മാക്സിമം സ്ട്രൈക്ക് റേറ്റിലാണ് കളിക്കാൻ ശ്രമിക്കുന്നത്. കോഹ്ലിയടക്കം തന്നെ ഇൻഡന്റ് മാറ്റിയത് ഉദാഹരണം. കൂടാതെ മിഡിൽ ഓവറുകൾ സ്ലോ ഡൗൺ ചെയ്യാനുള്ളതാണെന്ന കൺസെപ്റ്റ് മാറിയിട്ടുണ്ട്. മിഡിൽ ഓവറുകളിൽ 6 ഹിറ്റിംഗ് എബിലിറ്റി ഉള്ളവരെയാണ് ഇപ്പോൾ ടീമുകൾ ആശ്രയിക്കുന്നത്. മറ്റൊരു പ്രധാന കാരണം ഇമ്പാക്റ്റ് പ്ലെയർ നിയമമാണ്. ഒരു ടീമിന് 8 or 9 സ്പെഷ്യലിസ്റ്റ് ബാറ്റിംഗ് ഓപ്ഷനുകൾ ഇപ്പോൾ ലഭ്യമാണ്. വിക്കറ്റുകൾ പോയാലും പകരം ബാറ്റ് ചെയ്യാൻ ആളുണ്ടെന്ന ധൈര്യം ബാറ്റർമാരുടെ അഗ്രസീവ്നെസ് കൂട്ടുന്നു. ബാറ്റിംഗ് തകർച്ചയെക്കുറിച്ചുള്ള പേടിയില്ലാതായതോടെ പരമാവധി സ്കോർ എന്ന കൺസെപ്റ്റിലേക്ക് ബാറ്റർമാർ എത്തിയിട്ടുണ്ട്. പുതിയ സീസണിൽ പിച്ചുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പരിശീലനത്തിന് ഉപയോഗിക്കാതെ ഫ്രഷാക്കി നിർത്താനാണ് BCCIയുടെ ഉപദേശം. ഇതും പരോക്ഷമായി ബാറ്റർമാരെ തുണക്കുന്നുവെന്ന അഭിപ്രായമുണ്ട്. എന്തായാലും കളി ചിന്നസ്വാമിയും വാങ്കഡയും കടന്ന് ബൗളർമാരെ കൂടി തുണക്കുന്ന ചെപ്പോക്കിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.